ചെറുപ്പക്കാർക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് ആരാ പറഞ്ഞത്? അതൊരു പിന്തിരിപ്പൻ നാട്ടു നടപ്പാണ്. ഭാര്യ നേരത്തെ മരിച്ചാൽ, അല്ലെങ്കിൽ ഭർത്താവ് നേരത്തെ മരിച്ചാൽ, അതുമല്ലെങ്കിൽ ഇരുവരും പിരിഞ്ഞാൽ ബാക്കിയുള്ള കാലം ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് ബൈബിളിലോ ഖുറാനിലോ ഭഗവത്ഗീതയിലോ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു തുണയുടെ ആവശ്യം. 69-ാമത്തെ വയസ്സിൽ അരിസ്റ്റോട്ടിൽ ഒനാസിസ് ചെറുപ്പക്കാരിയായ ജാക്ലിൻ കെന്നഡിയെ കല്യാണം കഴിച്ചു. ഈ ദുഃഖം മാറ്റാൻ പ്രശസ്ത ഹോളിവുഡ് നടൻ വൂഡി അലൻ 19-കാരിയെ കല്യാണം കഴിച്ചു. എന്തിന്? ഈ അടുത്ത കാലത്ത് അർജന്റീനയുടെ മുൻ പ്രസിഡന്റ് കാർലോസ് മെനം 70-ാമത്തെ വയസ്സിൽ ഒരു മുൻ ലോകസുന്ദരിയെ 36 വയസ്സ് കല്യാണം കഴിച്ചു. ഇതൊക്കെ പ്രശസ്തരായവരുടെ കഥ. അപ്രശസ്തരായവരുടെ കഥ ഞാൻ പറയുന്നില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, വാർദ്ധക്യത്തിന്റെ വിരസത അനുഭവിക്കുന്ന ആളുകൾ ഒട്ടും വൈകാതെ അടുത്ത മുഹൂർത്തത്തിൽ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയേ പറ്റൂ. കഴിഞ്ഞ ഈ മയിലെണ്ണ വിൽക്കണ ലാട വൈദ്യന്മാര് റോട്ടി കിടന്ന് ചലക്കണ പോലെ നീ എന്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കണു. സ്നേഹിത, സമയം കളയാണ്ട് നല്ല കുട്ടികളുടെ ഫോട്ടോസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുക്ക്. ഓ, ഇത്ര ചെറുപ്പക്കാരികൾ വേണ്ട. ഇത് റിസ്കാ, ഭയങ്കര റിസ്കാ. റിസ്ക്? ആ, ഇവരുടെയൊക്കെ വീട്ടിൽ പണ്ട് ഞാൻ കല്യാണാലോചനയായിട്ട് ചെന്നിട്ടുണ്ടാവും ഇവരുടെ അമ്മമാരെ ആലോചിക്കാൻ. ഓ, അത് മറന്നു. ഇതെങ്ങനെ? ഇതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാ, ഞാനില്ല. ഇതേ കുട്ടി ഭാഗ്യലക്ഷ്മി ആർട്സ് കോളേജിലെ ഹിസ്റ്ററി ലെക്ചറാണ്. പക്ഷെ നാരായണനെ പോലെയല്ല. മുൻപ് അവര് കല്യാണം കഴിച്ചിട്ടേ ഇല്ല. എന്നാലും ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് അവരെ മീറ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ 1-2 ദിവസത്തിനകം ഞാൻ ചെയ്യാം. ഓ, 2 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നീണ്ട കാലയളവല്ലടോ. അതുകൊണ്ട് നീ ആ കുട്ടിയുടെ പ്രിന്റ് ഔട്ട് എടുത്തിങ്ങെടുത്താ. ഇന്ന് തന്നെ ഞാൻ നേരിട്ട് ചെന്ന് ആ കുട്ടിയെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നാരായണൻ നേരിട്ട് നടത്തിയ ആലോചനകളെല്ലാം കുലുമാലിലെ ചെന്ന് അവസാനിച്ചിട്ടുള്ളൂ. നീ കരിനാക്ക് വളയ്ക്കാതെ ഈ കുട്ടിയുടെ പടം എടുത്തിങ്ങോട്ട് താ മോനെ. എങ്ങനെയുണ്ടോ കുട്ടി? എങ്ങനെ ഉണ്ടെങ്കിലും ഇനി തന്റെ കൂടെ ഈ പണിക്ക് ഞാനില്ല. അങ്ങനെ വാശി പിടിക്കില്ലേ മേന്നെ. ഞാനൊന്ന് പറയട്ടെ, ഇനി കല്യാണാലോചന എന്ന് പറഞ്ഞ് മേന്നെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഇത് ലാസ്റ്റാ. ആ കൈ ഇങ്ങോട്ട് തന്നെ. സത്യം ചെയ്യാനാ? ഇല്ല. ഹൈ മേന്നെ, എന്റെ കൈമ മാവായിക്കോട്ടെ, എനിക്ക് സത്യം ചെയ്യാനാ. അതുകൊണ്ടല്ല, ഇത് ലാസ്റ്റാ എത്ര പ്രാവശ്യം താൻ എന്നോട് സത്യം ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ഇടത്തെ പോലെ കുഴപ്പമുണ്ടാവും പേടിച്ചിട്ടാണോ? പേടിക്കണ്ട. ദേ, ഈ കുട്ടിയുടെ നാള്, പേര് എന്ന് വേണ്ട എല്ലാ വിവരങ്ങളും ഇതിനകത്തുണ്ട്. ഈ ഫോട്ടോ നോക്കി ഞാൻ കുട്ടിയെ തിരിച്ചറിയുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്നു, താൻ സംസാരിക്കുന്നു. എനിക്കിതാ മനസ്സിലാകുന്നത്. എടോ, തനിക്ക് ഇഷ്ടപ്പെട്ട താൻ സംസാരിച്ചാ പോലെ പോരാ. അതാ, ഒരു മണവാളൻ എന്ന് പറയുമ്പോ അതിൻ്റെതായ ഓരോ അടക്കവും ഒതുക്കവും ഒരു നാണമൊക്കെ വേണ്ട. ഉള്ളത് പറയാലോ, എനിക്ക് നേരിട്ട് സംസാരിക്കാൻ ഇത്തിരി വൈക്ലഭ്യമുണ്ട്. മേനോൻ ഒരു കാരണസ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒതുക്കി എന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് തന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നാളെ രജിസ്റ്റർ. ഓ, അപ്പൊ രജിസ്റ്റർ മാരേജ് ആണ്. ആരെയും വിളിക്കുന്നില്ലേ? എനിക്ക് വേറെ ആരെ വിളിക്കാനുള്ളത്? അവരെ വിളിക്കുന്നില്ലേ? തന്റെ മക്കളെ വിളിക്കാൻ ഞാൻ ഇനി അവിടെ ചെന്ന് കുമ്പിടണോ? അതല്ല, പിന്നെ ആ പെണ്ണും പിള്ളെ വിളിക്കുന്നില്ലെന്ന്. ഏത് പെണ്ണും പിള്ള? തന്റെ ആദ്യത്തെ ഭാര്യ സിംഗപ്പൂര്. അവരെ ഒരു കല്യാണത്തിന് ഞാൻ വിളിച്ചതാണല്ലോ. ഏത് കല്യാണത്തിന്? ഞാനും അവരും തമ്മിലുള്ള കല്യാണത്തിന്. ആ ശവത്തിന്റെ കാര്യം ഇവിടെ മിണ്ടരുന്ന് തന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ആ പിശാചിനെ എന്തിനാ ഇവിടെ വലിച്ചടിച്ചുകൊണ്ടിരുന്നേ? താൻ വന്ന് നീ വേണ്ട, എനിക്ക് കല്യാണം വേണ്ട, ഒന്നും വേണ്ട, അതാ കിടക്കണു. എനിക്ക് നല്ല വിഷമം കേട്ടോ. എന്താ കാലൊളിക്കുക? കാലൊളിക്കിട്ടൊന്നല്ല, തന്നെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകണുള്ളൂ. അതന്നെ. ആ, കുഴക്കി കുഴക്കി ഇറങ്ങുമ്പോ എന്നെ കാര്യണ്ട്. ഭാഗ്യം സമയത്തിനെത്തി. നമുക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ ലെക്ചറാണ് ഈ കുട്ടി. ഇവിടെ നിന്ന സൗകര്യമായിട്ട് കുട്ടിയെ കണ്ടുപിടിച്ചൂടെ? വേണം. താ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി കണ്ടുപിടിച്ചു. അമ്മാവോ, അമ്മാവോ, ഒരു സോഡാ നാരങ്ങ വെള്ളം എടുക്കട്ടോ?
എന്താ പോടാ വീട്ടിൽ പോടാ പോടാ. അമ്മാവോ ഞങ്ങളുടെ കഞ്ഞി പാറ്റ ഇടല്ലേ. ഞങ്ങൾ ഉള്ളോണ്ട് ജീവിച്ചു പൊക്കോട്ടെ. എന്താ കുട്ടി വന്നിട്ടില്ലേ? കുട്ടി മിസ്സാവൂട്ടപ്പോ ഇതുണ്ടാവാൻ പോണത്. താനീ ആക്രാന്തം കാണിക്കാതെ നമുക്ക് ആളെ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് പരിചയപ്പെടാലോ. എന്നെ നമുക്ക് കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് പരിചയപ്പെടണ്ടോ? ആ മിസ്സായി, ആ കുട്ടി മിസ്സായി. ഒത്തിരി സ്ഥലം തന്നെ കുട്ടികളെ ദേശ സ്ഥലത്ത്. കൺട്രോൾ റൂം, കൺട്രോൾ റൂം. ഇയാള് ഗിഫ്റ്റ് വാങ്ങിട്ട് പോവൂ. അമ്മാവോ അമ്മാവോ അതെ ചെല്ല് ചെല്ല്. ഏരിയ വളരെ മോശമാ. അമ്മാവ് ഇവിടെ കിടന്ന് അധികം ഷൈൻ ചെയ്യണ്ട. സമയം കളയാതെ വീട്ടിൽ പോകാൻ നോക്കും. ചെല്ല് ചെല്ല്. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് പോവാം. അതെ, ജാതകവശായി എനിക്കിപ്പോ ശുക്രദശയായി. എന്തു വന്നാലും അതൊക്കെ ശുക്രൻ തട്ടി മാറ്റിക്കോളും. വണ്ടിയിലോട്ട് കയറാൻ, എവിടേക്ക്? വണ്ടിയിലോട്ട് കയറാൻ. പിടിച്ചോണ്ട് പോ. ദേ, ഇയാളും കൂടി അതൊക്കെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാ മതി. അവിടെ ചെല്ല്, പോണോ വണ്ടി വിട്. എന്താണോ പേര്? മേനോൻ. എന്റെ പേര് നാരായണൻ. തന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. വെറും മേനോനാ? അല്ല, കൃഷ്ണൻകുട്ടി മേനോൻ. തന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോടോ. എന്റെ പേര് പറയരുതെന്നല്ലേ മേഡം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അയാളുടെ പേര് പറഞ്ഞത്. എന്റെ പേര് വേണമെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ. അയ്യോ, കുറെ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ. താനാണല്ലോ സർക്കസ് മാനേരോ. തന്റെ വട്ട പൊട്ടും സ്യൂട്ടും അഴിടോ, അഴി ഊരത് അഴിക്കേ. കൃഷ്ണൻകുട്ടി മേനോൻ. അതെ. ലീലാമ്മ എഴുതിക്കോ. കൃഷ്ണൻകുട്ടി മേനോൻ. പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെയുണ്ട്? എന്താ കാണിക്കുന്നേ? അത് ഇടോ. അല്ല, മേഡം പറഞ്ഞില്ല ഇതായിരിക്കാം. തന്നോട് ഞാൻ പാന്റ് ഇടാൻ പറഞ്ഞോ. ഇടോ അത്. വൃത്തികെട്ട ഞാൻ എന്താ ചോദിച്ചേ? വീട്ടിലെ ആരൊക്കെ ഉണ്ടെന്ന്. അമ്മൂമ്മയുടെ ഒരു ഉത്തരം തന്നോട് ഞാൻ ചോദിച്ചോടോ. വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് 2 ആമക്കളാണ്. നിങ്ങളുടെ വൈഫ്? വൈഫ് മരിച്ചുപോയി. ഓ, എത്ര വർഷമായി? 24 വർഷമായി. 24 വർഷം. ലീലാമേ, 24 വർഷമായി വിഭാര്യനായി കഴിയുന്ന ആളാണ്. അപ്പൊ ഇയാൾ പൂവാലനായതിൽ അത്ഭുതമില്ല. ഈ കപ്പ എവിടുന്ന് കിട്ടിയത്? താനോ? ഞാൻ ബാച്ചിലറാ. കല്യാണം കഴിച്ചിട്ടില്ല? എന്താ കല്യാണം കഴിച്ചിട്ടില്ലേന്ന്? കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണോ ബാച്ചിലർ ആകുന്നത്? വൈഫ് എന്നെ ഉപേക്ഷിച്ചു പോയി. അപ്പൊ ഞാൻ അവരെ ഡൈവേഴ്സ് ചെയ്തു. മിടുക്കൻ. കുട്ടികൾ? അതിനുള്ള ടൈം കിട്ടില്ല. അപ്പോഴേക്കും അവര് പോയില്ലേ. ഒരു സ്ത്രീ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട. എന്നിട്ടിപ്പോ അവരെവിടെ? എന്നെ കൊണ്ട് താൻ ഈർക്കിൽ എടുപ്പിക്കും. ലീലാമേ, FIR എഴുതിക്കോ. എക്സ്ക്യൂസ് മീ. എസ് ഐ ഉണ്ടോ? ഉണ്ട്. അകത്ത് 2 പ്രതികളെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. ഓ അത് ശരി. ആരോടത്തെ എസ് ഐ? മറിയാമ്മ സാറാ. ഓ മറിയാമ്മ. അല്ല അവരാര് പറഞ്ഞ കേക്കും? ആര് പറഞ്ഞാലും കേക്കും. മാഡത്തിന് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഭർത്താവിന്റെ പരസ്ത്രീ സംസർഗം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവായ പി കൃഷ്ണൻകുട്ടി മേനോനുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ. നിഷ്കളങ്കയും നിർധനയുമായ 14 വയസ്സുകാരി ബാലികയെ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയയാക്കിയ ഈ പ്രതികൾ. ആരാ? എന്താ വേണ്ടേ? ഒരു മിനിറ്റ്. യൂസ് ചെയ്യും. ആക്ച്വലി ഐ മീൻ എന്താണോ ഒന്ന് പരുകുന്നേ? തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. പവൻ കെ മേനോൻ. അതെ, പക്ഷേ എന്നെ എങ്ങനെ മനസ്സിലായി? ഞാൻ മറിയാമ്മയാടോ. ദേ, താൻ പണ്ടേ SN കോളേജിൽ പഠിച്ചിരുന്നപ്പോ അവിടെ ഫൈനൽ ഇയർ BSc പഠിച്ചിരുന്ന മറിയാമ്മ. ഓ മറിയാമ്മ തോമസ്. ഫിസിക്സ് പ്രൊഫസർക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് അങ്ങേരുടെ ഭാര്യ ഓടിച്ചിട്ടല്ലേ? ഞങ്ങൾ ആരോടും പറയില്ല. അവിടെ പോയി നിൽക്കണം. സോറി, കിളവൻ കേട്ട്. ഞാൻ കണ്ട ഇമോഷൻ. അല്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മറിയാമ്മ അവസാനം വെറും പോലീസായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓരോരോ സാഹചര്യങ്ങളല്ലേ പവൻ മനുഷ്യനെ പോലീസുകാരാക്കി മാറ്റുന്നത്. അല്ല, താൻ എന്താ ഇവിടെ? എന്തെങ്കിലും പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ ഇളക്കി തരാം. അയ്യോ, എനിക്കതിന് പരാതിയൊന്നുമില്ല. ഞാൻ ഇവരെ ഇറക്കാൻ വന്നതാ. ഇവരോ? ഈ പൂവാലൻ അമ്മാവന്മാരോ? ഇവരാരാ? തന്റെ റിലേറ്റീവ്സാ?
അയ്യേ എന്റെ ആരുമല്ല. പിന്നെ അങ്ങേരെ എന്റെ വീട്ടിലെ ഒരു അടുക്കളയിലെ ഒരു കുക്ക. ഏതാ താടിക്കാരനോ? ആ ആ. രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ വന്നാ, പിന്നീട് അന്വേഷിച്ചപ്പോഴാ ലോക്കപ്പിലെ പോലീസിലാന്ന്. അപ്പൊ പൊട്ടനോ? ആളെനിക്കറിയില്ലേ. സാറിന് എന്നെ ഓർമ്മയില്ല. ആ ഇയാളാ വീട്ടില് പറമ്പില് പശുവിനെ പുല്ലിറ്റിങ്ങനൊക്കെ വരണുണ്ട്. കഷ്ടം. അയ്യോ, എഫ്ഐആർ എഴുതിയ ശേഷം ഇവരെ എങ്ങനെയാ വിടുക? അല്ല ആ കുക്കിനെ മാത്രം ഒന്ന് വിട്ടുകിട്ടിയാ വീട്ടില് ചപ്പാത്തി സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാൻ ആളില്ലാണ്ട് ഓക്കേ. അച്ഛൻ കാത്തിരിക്ക. ആ കുക്കനെ കൊണ്ടുപോക്കൂ. ആ. മറ്റേ പൊട്ടനെ തട്ടി അകത്തിട്ടേക്കട്ടാ. ഏ? അത്രയ്ക്കൊന്നും വേണ്ട. ഒരു 10-200 ഏത്തൊക്കെ ഇടിപ്പിച്ച് തലയും കുത്തിർത്തി കണ്ണിൽ മുളകൊടി ഇട്ടാ മതി. ഓക്കെ, ശരി. ഇനി തന്നെ ആ കോളേജിന്റെ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ പൊക്കോ. ഞാനുണ്ട് ട്ടോ. കാതെ കടിക്കുന്നുണ്ടാ, പോ. മേന്നെ, അല്ല നാരായണനെ മേന്നെ. ദേ, 1 2 3 ഏ? 4. തന്നോട് ആരാ ഏത്തോടാൻ പറഞ്ഞു? അല്ല വേഗം ഏത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് എനിക്ക് പോവാലോ. ഞങ്ങളുടെ വണ്ടിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. തിരിച്ച് ആംബുലൻസിൽ വീട്ടിലെത്തിച്ചേക്കാം. ആ തുടങ്ങിക്കോ, നടന്നോട്ടെ നടന്നോട്ടെ. പെങ്ങളെ നമ്മളെ എവിടെ വെച്ച എണ്ണ നിർത്തിയേ? ഞാൻ എണ്ണിയില്ല. എണ്ണില്ല അല്ലേ? നമുക്ക് ആദ്യം മുതിയും തുടങ്ങാം. 1 2 3. ആ നേരം നാവില് സരസ്വതി വിളയാടിയതുകൊണ്ടാ അപ്പ കുക്കാന്ന് പറയാൻ തോന്നി. അതുകൊണ്ട് മറിയാമ്മയുടെ മുമ്പില് എന്റെ മാനം പോയില്ല. എന്തിനാ ഞാൻ അച്ഛനെ ചീത്ത പറയണേ? എല്ലാം എന്റെ തെറ്റാ. ആകെ ഒരു അച്ഛനല്ലേ ഉള്ളൂ എന്ന് കരുതി കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയതാ കുഴപ്പമായത്. എന്റെ പൊന്നു പവി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ, ആ നാരായണനെ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. അതാ നാരായണേട്ടനുമായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് അച്ഛനോട് ഞാൻ എപ്പോഴും പറയണേ. എന്താ മിണ്ടാത്ത്? വയ്യെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അച്ഛാ, നല്ല കൂട്ടുകെട്ടുകളാണ് ആളുകളെ മഹാമാരാക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു ആയിരുന്നു കൂട്ട്. വേണ്ട അത് വിട്. നമ്മുടെ ജയലളിത, ശശികലയാണല്ലോ കൂട്ട്. എന്തിന് കെ കരുണാകരൻ, കെ മുരളീധരനാ കൂട്ട്. ഇതാ ഇപ്പൊ പോരാത്തതിന് പത്മജയും. അച്ഛനിപ്പോ ഇവരെ പോലെ വലിയ മഹാനാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും അച്ഛൻ ഇങ്ങനെ വഷളായി തുടങ്ങിയ അത് കണ്ടല്ലേ ഞാനും പഠിക്കണത്. ഞാനും വഷളായി പോവില്ലേ? ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കണം. അച്ഛന്റെ വെറും 28ാമത്തെ വയസ്സ് തുടങ്ങിയ അച്ഛൻ എന്നെ കാണാൻ തുടങ്ങിയത്. പക്ഷെ ഞാനോ ജനിച്ച അന്ന് മുതൽ ഞാൻ അച്ഛനെ കാണാൻ തുടങ്ങിയതാ. അതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ മോനെ, മുഴുവനും കേൾക്കണ്ട, കുറച്ചെങ്കിലും. ഓ ശ്ശേ. വല്ലപ്പോഴും അച്ഛനൊന്നും ഗുണദോഷിച്ച് നേരെയൊക്കെ സമയം കിട്ടുള്ളൂ. അത് സമ്മതിക്കില്ല. അപ്പോഴേക്കും എവിടെന്നെങ്കിലും ആരെങ്കിലും ശല്യപ്പെടുത്താനായിട്ട് കേറിക്കോളൂ. അവിടെ അവിടെ തന്നെ തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. നാരായണേട്ടൻ ഇന്ന് കണ്ടതേ ഇല്ലല്ലോ. പകലൊക്കെ എവിടെയായിരുന്നു? ഞാൻ സൗത്ത് അമേരിക്കയിലായിരുന്നു. ആ. ഇന്ന് കാലത്ത് ട്രിവാൻഡ്രം മേലും ഇങ്ങോട്ട് പോകുന്നു. എന്തേ? അല്ല, വരുന്ന വഴിക്ക് ഗണപതി കോവിലിൽ കയറിയിരുന്നോ? ഏത്തോട്ടൊക്കെ അതിന്റെ മുട്ടൊക്കെ പൊട്ടിയിരിക്കുന്നു. നീ പോടാ മൂക്രാഞ്ചി മോറ. നിന്റെ തന്തയ്ക്ക് ഞാൻ പറയാത്തതേ, നിന്റെ തന്ത എന്ന് പറയുന്ന ആ എംബോക്ക് എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അതുകൊണ്ടാ അയാളെ വിളിക്കേക്ക് സംസാരിക്കണം. വിളിക്കൊന്നും വേണ്ട. ഞാൻ അച്ഛനെ ചീത്ത കൂട്ടിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നീ എന്താ ഇവിടെ? എടാ, ഞങ്ങൾ ഒന്നിച്ച് സിംഗപ്പൂർ ഉണ്ടായിരുന്നപ്പോ കൃഷ്ണൻകുട്ടി മേനോൻ എന്ന് പറയുന്ന നിന്റെ തന്ത എത്രയും തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. നിന്റെ കൂടെ എന്ന് കൂടി അന്ന് മുതൽ ഇയാൾ ഇത്രയും വൃത്തിയായിട്ടോനായി പോയത്. നീ മാറി, ഞാൻ ഒന്ന് കാണട്ടെ. വീടിന്റെ അകത്തേരെ അടിച്ചിട്ട് ഞാൻ മോനെ, നീ നിന്റെ അച്ഛനെ പൂശിയ? പൂശും. മക്കളായ അച്ഛന്മാരെ പൂശും, തല്ലും, ശാസിക്കും, കൊല്ലും. അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ. ആരുടെ? അച്ഛന്മാരുടെ. പിള്ള ചവിട്ടിയാൽ തന്തയ്ക്ക് കേടില്ല എന്ന് കേട്ടിട്ടുണ്ടോ മിസ്റ്റർ നാരായൺ? ഹേയ്, അങ്ങനെയല്ലല്ലോ ആ പഴഞ്ചൊല്ല്. തള്ള ചവിട്ട പിള്ളയ്ക്ക് കേട്ടില്ലെന്നല്ലേ? അതൊക്കെ പണ്ട്. അപ്പൊ ഇപ്പൊ അത് മാറ്റിയാ? മാറ്റി. പിള്ള ചവിട്ടിയാൽ തന്തയ്ക്ക് കേടില്ല. മനസ്സിലായോ? ഇല്ല. അതാണ് ജനറേഷൻ ഗ്യാപ്പ്. ഇനി ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ് കുടുംബത്തിൽ കയറിയിട്ടുണ്ടല്ല, ഞാനപ്പ SI മറിയാമ്മയെ വിളിക്കും. ഹേയ്, നീ എന്തിനാ മറിയാമ്മയെ വിളിക്കണേ? ലോകത്തുള്ള സകല സ്ത്രീ പീഡന കേസുകൾ നിങ്ങളുടെ തല കെട്ടിവെക്കാൻ പോലീസിലുള്ള എന്റെ ഹോൾട്ട് എന്താണെന്നറിയോ മിസ്റ്റർ നാരായൺ? ഞാനിപ്പോ മറിയാമ്മയെ വിളിക്കണോ അതോ നാരായണേട്ടൻ പോണോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? മറിയാമ്മയെ വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ. നീ മറിയാമ്മയെ വിളിച്ചോ, ഞാൻ പോയിക്കോളാം. നിനക്ക് സന്തോഷായില്ലേ? എന്നെ ചെക്കൻ കൈ വിട്ടു പോയിട്ടോ. ആരായിരുന്നല്ലേന്നറിയോ? ആത്മാർത്ഥതയുള്ള ആ കൂട്ടുകാരൻ. എന്തേ ആത്മാർത്ഥതയുള്ള ഈ കൂട്ടുകാരൻ പോണില്ലേ? ചെല്ല്, മറിയാമ്മയുടെ നൈറ്റ് ഡ്യൂട്ടി കൂടി സുഭിക്ഷാവട്ടെ. ഈ നാരായണേട്ടനെ കിട്ടിയത് പോരാന്നുണ്ടാ? ഇന്ന് ഇയാളെ ഞാൻ അവിടെ അവിടെ ഇരി. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തന്നെ തരണുണ്ട്. അമ്മ ഒന്നുമില്ല. കൊല്ലും. ചേട്ടനായിരുന്നോ? എന്താണ് ഇത്? ഒരാള് തലക്കടിക്കാൻ വടിയും കൊണ്ട് മുന്നിൽ നിൽക്കുന്ന കണ്ടിട്ടും മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താന്ന്? അതോ ഇനി തല്ല് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ? അയ്യോ, എന്റെ പൊന്നെ ഇടത്ത് എനിക്ക് ആള് മാറിപ്പോയതാ. ആ നാരായണേട്ടൻ പിന്നെ വന്ന് പ്രശ്നം ഉണ്ടാക്കാന്ന് വിചാരിച്ചാ. എന്താ മക്കളെ ഉണ്ടക്കണ്ണൊക്കെ വിളിച്ചേക്കണേ? അപ്പൊ ഇതിനകത്ത് കാത്തിരിക്കാ. ചെല്ലി കഥയൊക്കെ പറഞ്ഞുതരും. ചെല്ല് വായട്ടെ. എന്റെ അടുത്ത് ഇനി പ്രത്യേകം ക്ഷണിക്കണം. വാ വാ അപ്പൂപ്പന്റെ സുന്ദര കുട്ടികൾ ഓടി വാ. ഗിരിജയുണ്ടോ? എന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ ഇറങ്ങണമെന്ന് തോന്നാൻ? അവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാത്തതുകൊണ്ട് എന്നെ ഇറങ്ങിയത്. ഓരോ പെണ്ണുങ്ങൾ ഓരോന്ന് ചോദിക്കുമ്പോ തൊലി ഉരിഞ്ഞു പോവാ. എന്താ ഗിരിജ, എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? അത് അച്ഛനാ പറയേണ്ടത്. ചോദിക്കേ. എന്താടാ? എന്താ ഏട്ടാ? എന്താ ഇത്ര പേടി? അവിടുന്ന് വലിയ ആളായിട്ട് ഇറങ്ങിയതല്ലേ? വാ തുറന്ന് ചോദിക്കരുതോ?
ചോദിക്കാം. അച്ഛാ, വേറൊന്നുമില്ല. ഇന്ന് ആർട്സ് കോളേജിന്റെ മുമ്പിൽ വെച്ച അച്ഛനെയും നാരായണനെയും പോലീസ് ഒക്കെ അറിഞ്ഞുവല്ലേ? ആരാ പറഞ്ഞേ? കോളേജിൽ ഒരുപാട് സ്റ്റാഫും സ്റ്റുഡൻസും ഒക്കെ എന്റെ ബ്യൂട്ടി പാർലറിലെ കസ്റ്റമേഴ്സാ. അറിയാമോ? അവിടെ എന്ത് നടന്നാലും ഇവളറിയും. ഓ എന്തൊരു മണ്ടികളാച്ചേ പെണ്ണുങ്ങള്. ഏട്ടത്തി കേട്ടത് ശരിയാ. പക്ഷേ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തൊന്നുമല്ല, ലിഫ്റ്റ് കൊടുത്തതാ. പിടിച്ചു വലിച്ച് ജീപ്പി കയറ്റിയാണോ ലിഫ്റ്റ് കൊടുക്കുന്നത്? അതെ. അച്ഛൻ മടിച്ചെന്നാ പിന്നെ പിടിച്ചു വലിക്കാതെ. അല്ല, ഈ എസ് ഐ മറിയാമെന്ന് പറഞ്ഞ ആരാ? നമ്മുടെ വേലിക്കകത്ത തോമാച്ചേട്ടന്റെ മോളാ. അച്ഛനെ 17 വർഷം കഴിഞ്ഞ് കാണണേ. ഏത് മറിയാമ്മ, ഏത് തോമാ ചേട്ടൻ? ആ, കല്യാണം കഴിച്ചതിന് ശേഷം ചേട്ടന് ഭയങ്കര മറവിയാ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഫീസ് കൊടുക്കാനുള്ള കാശെടുത്ത് സിനിമ കണ്ടപ്പോ ഈ തോമസ് ചേട്ടൻ ഫീസ് തന്നത് മറന്നോ? തന്ന ഫീസിന് നന്ദി വേണം ചേട്ടാ, നന്ദി വേണം. ഓഹോ, ആ തോമാ ചേട്ടൻ. ഞാൻ 2-3 തവണ ഫീസ് കൊടുക്കാതെ ക്ലാസ്സിന് വെളിയിലായതുകൊണ്ട് ഏത് തോമാ ചേട്ടൻ എന്നുള്ള കാര്യം മറന്നു. ഈ ഫീസ് തന്ന തോമാ ചേട്ടൻ ഇപ്പൊ ഫ്യൂസ് ആയോ അതോ ജീവിച്ചിരിപ്പുണ്ടോ? അന്നേ അങ്ങേര് കുറച്ച് ഓവറായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഗിരിജ, നമ്മൾ കേട്ടതിൽ എന്തോ കുഴപ്പമുണ്ട്. കുടുംബത്തോടെ നിങ്ങൾ നേരെ ആവത്തില്ലെന്ന് സത്യം ചെയ്തിറങ്ങിയിരിക്കുക. ഒരു കാര്യം ഞാൻ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ. നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താനാ ഭാവമെങ്കിൽ ഞാൻ പിള്ളേരെ വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പോവും. വാടി ഇവിടെ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. സത്തു. ചേട്ടാ, ദയവ് ചെയ്ത് ഇനി ആ നാരായണേട്ടനായിട്ട് ഒരു ഇടപാടും വേണ്ട. അയാൾ അച്ഛനെ കൊണ്ട് ഓരോ കുഴി ചാടിക്കണേ. ഇനി അയാളൊന്ന് ഓഫീസിൽ കയറ്റരുത് കേട്ടോ. ശരിക്കും എന്താ ഉണ്ടായേ? നിങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ച് വന്നേക്ക്, ഞാൻ പോവാ. അയ്യോ, എന്തൊക്കെ പ്രതീക്ഷകളോടെ വളർത്തിക്കൊണ്ടു വന്നതാ. അവസാനം എങ്ങാണ്ട് കിടന്നൊരു പെണ്ണ് വന്ന് ഇളിച്ചു കാണിച്ചപ്പം അവൻ അച്ഛനെയും വേണ്ട, കൂടപ്പുറപ്പിനെയും വേണ്ട. ഞാനൊരു1000 പ്രാവശ്യം പറഞ്ഞതാ, ഈ ബന്ധം നമുക്ക് വേണ്ട, ശരിയാവില്ലെന്ന്. ഇപ്പതേ കണ്ടില്ലേ, മൂക്ക് കയറിട്ട് പിടിച്ചോണ്ട് പോയത്. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു വെച്ചതല്ലേ, ആരോടും പരാതി പറയാനും പറ്റില്ല. എന്തൊരു ഗതികേടാണ് അവന്റെ. പാവം. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക വെച്ചാ, ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവും. അതൊക്കെ വിട്. അച്ഛന്റെ ഇന്നത്തെ ദിവസം ഞാനും അറിയാമ പോലീസും ഏട്ടനും ഇടത്തെ കൂടി ബോറാക്കിയല്ലേ. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ അച്ഛനൊന്ന് അടിച്ചു പൊളിച്ചോ. എങ്ങനെ എങ്ങനെ ഒന്നും അറിയാത്ത പോലെ അച്ഛനടർ വിട്ട. അച്ഛനടർ വിട്ട. എന്നാ പിന്നെ നമുക്ക് നാരായണനെ കൂടെ വിളിക്കാം. നാരായണൻ എന്ത് പറഞ്ഞാലും ഒരു നാരായണൻ. ഇനി അതിന്റെ പേരിൽ വഴക്കൂടൊന്നും വേണ്ട. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കിടന്ന അയാൾ കുറെ ഏത്തോട്ടല്ലേ. നാരായണനെ വിളിച്ചോ, 2 അയാൾക്കും കൊടുക്കുക.